കാപ്പ കേസ് പ്രതി ബി.ജെ.പി. നേതാവ് ബി.ജെ.പി. കൗൺസിലർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം, ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നത് കോടതിയുടെ ഉത്തരവ് വരുന്നു. നാളെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉത്തരവ്. നാളെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. നേരത്തെ തന്നെ കോടതി സൂചിപ്പിച്ചതുപോലെ അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾ, അതായത് മാധ്യമപ്രവർത്തകർക്ക് കൂടി പ്രവേശനമുണ്ടാകുന്ന തരത്തിലേക്കാകണം ഇത്തരത്തിൽ സുഗതൻ്റെ സത്യപ്രതിജ്ഞ എന്നുകൂടി കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. കോടതിയുടെ അന്തിമ വിധിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെത്തുന്ന സത്യപ്രതിജ്ഞാ വിഷയവുമായി ബന്ധപ്പെട്ടെത്തുന്ന സുഗതൻ്റെ സത്യപ്രതിജ്ഞാ വിഷയവുമായി ബന്ധപ്പെടുന്ന അത്യാവശ്യം ഉദ്യോഗസ്ഥരെയും അനുവദിക്കണം എന്നും കോടതി ഉത്തരവിൽ പറയുന്നു. അതായത് സുഗതന് സത്യപ്രതിജ്ഞ ജയിലിൽ ചെയ്യാം. നേരത്തെ തന്നെ സർക്കാർ അതിന് അനുകൂലമായൊരു നിലപാട് കൂടി സ്വീകരിച്ചിരുന്നു കോടതി ആരാഞ്ഞ ഘട്ടത്തിൽ. ഇപ്പോഴിതാ കോടതിയുടെ അന്തിമ ഉത്തരവ് എത്തിയിരിക്കുകയാണ്. അതായത് സുഗതന്, കാപ്പ കേസ് പ്രതിയായ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. നാളെ സത്യപ്രതിജ്ഞ, നാളെ 11 മണിക്കാണ് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്താനുള്ള അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കണമെന്ന് കൂടി കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, സർക്കാർ ഹിതം പോലെ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. അതായത് സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ബി.ജെ.പി. കൗൺസിലർ കാപ്പ കേസ് പ്രതി സുഗതന് നാളെയാണ് സത്യപ്രതിജ്ഞ. ശേഷം വിധി പുറപ്പെടുവിക്കാം എന്ന് കോടതി പറഞ്ഞിരുന്നു. അല്പം മുമ്പ് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ കോടതി പറയുന്നത് നാളെ 11 മണിക്ക് സത്യപ്രതിജ്ഞയ്ക്ക് സംവിധാനം ഒരുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകരെ പ്രവേശിപ്പിക്കുക, അത് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അത്യാവശ്യ ഉദ്യോഗസ്ഥരെയും പ്രവേശിപ്പിക്കാം ജയിലിനുള്ളിൽ. ഒരു അസാധാരണ സാഹചര്യമാണ്. നമുക്കറിയാം, ഒരു പുനർ സത്യപ്രതിജ്ഞയാണിത്. ആദ്യം ഇയാളടക്കം 20 ബി.ജെ.പി. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന ബി.ജെ.പി. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ഇതേ ബെഞ്ച് സത്യപ്രതിജ്ഞ റദ്ദാക്കി പുതുതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ബാക്കി 19 പേര് സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ സുഗതൻ കാപ്പ കേസിൽ ജയിലിലായതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാഹചര്യം ഒരുക്കണം, തനിക്ക് ഒരു ദിവസത്തേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ജയിൽ മോചനം നൽകണം എന്നാവശ്യപ്പെട്ടൊരു ഹർജിയാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ വന്നത്. അതിൽ വിശദമായി വാദം കേട്ടിരുന്നു. കോടതി കഴിഞ്ഞ ദിവസം തന്നെ ഇതിൽ ജയിലിനുള്ളിൽ സംവിധാനം ഒരുക്കാൻ കഴിയുമോ എന്ന് ആരാഞ്ഞിരുന്നു. ഇന്ന് കോടതി തുടങ്ങിയപ്പോൾ സർക്കാരും ആ നിലപാട് തന്നെയാണ് എടുത്തത്. ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞയ്ക്ക് സാഹചര്യം ഒരുക്കാം എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് കോടതി ഇപ്പോൾ ജയിലിനുള്ളിൽ നാളെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാഹചര്യം ഒരുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഒരു അസാധാരണ സാഹചര്യമാണ്. ജയിലിനുള്ളിൽ ഒരു ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഒട്ടേറെ ക്രിമിനൽ കേസുകൾ അയാൾക്കെതിരെ ഉള്ളതിനാലും പല ക്രിമിനൽ ഒഫൻസുകളിൽ പങ്കാളികൾ ആയതിനാലുമാണ് അയാളെ കാപ്പ കേസിൽ കാപ്പ പ്രതിയാക്കി മാറ്റിയത്. കാപ്പ ആക്ട് പ്രകാരം കരുതൽ തടങ്കലിലാണ് അയാൾ ജയിലിൽ ഇപ്പോഴുള്ളത്. അപ്പോൾ ഇനി ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാം എന്നുള്ളതാണ് സാഹചര്യം. ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ വിശദമായി തന്നെ കോടതി ഈ സാഹചര്യം പരിശോധിച്ചിരുന്നു. കോടതി പറഞ്ഞത് ഇത് ഒരു അസാധാരണ സാഹചര്യം തന്നെയാണ്, പക്ഷേ മുനിസിപ്പാലിറ്റീസ് ആക്ട് പ്രകാരം അതിനുള്ള സാധ്യതയുണ്ട്, അത് നിയമവിരുദ്ധമല്ല, ചട്ടവിരുദ്ധമല്ല എന്നും കോടതി വിലയിരുത്തിയിരുന്നു. സർക്കാരും അതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയിലിനുള്ളിൽ, വിയ്യൂർ സെൻട്രൽ ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഒരുക്കണം എന്ന് സർക്കാരിനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്ത് കോടതി നേരത്തെ കണ്ട ഈ വാദം പുരോഗമിക്കുന്ന ഘട്ടത്തിലുമൊക്കെ കോടതി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ അന്തിമ ഉത്തരവിന് മാറ്റിവെക്കുന്നതിന് മുമ്പ് തന്നെ കോടതി സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്. കാരണം കാപ്പ കേസ് പ്രതിയായിരിക്കെയാണ് ജനവിധി നേടിയത്. ആ ജനവിധി നേടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുഗതൻ കൗൺസിലറാകുന്നത്. അതുകൊണ്ട് സത്യപ്രതിജ്ഞയിൽ വരുത്തിയ വീഴ്ചയുമായി ബന്ധപ്പെട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാം എന്നതാണ് ഈ മുനിസിപ്പൽ ആക്റ്റൊക്കെ ചൂണ്ടിക്കാട്ടി കോടതി പറഞ്ഞത്. അത് കോടതിയുടെ മുമ്പിൽ നീതിപരമായൊരു കാര്യം. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർക്കാരിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ബി.ജെ.പി. കൗൺസിലർ കാപ്പ കേസ് പ്രതി അയാൾക്ക് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് സർക്കാരിനും സമ്മതമായിരുന്നു. സർക്കാർ മറിച്ചൊരു വാദം പറഞ്ഞിരുന്നില്ല. അപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകെട്ടാണ്, കോടതിക്ക് പുറത്തേക്കെത്തുമ്പോൾ കൂട്ടുകെട്ടാണ് ഇതിന് നിദാനമായത്. കോടതി ചോദിക്കുമ്പോൾ ഇത്തരത്തിലൊരു അഭിപ്രായം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ വന്നു എന്നത് ഇത് കോടതിക്ക് തീരുമാനിക്കാം എന്ന് പോലുമല്ല സർക്കാർ പറഞ്ഞത്. അപ്പോൾ ഈ വാദം ഇനിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വിധേയമാകുന്നതാണ്. സലീം മുഹമ്മദ്.
തീർച്ചയായും, കാരണം അതിലൊരു പ്രശ്നമുണ്ട്. കോടതി ചോദിച്ചത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് എങ്ങനെയാണ് സർക്കാരിന്റെ നിലപാട് എങ്ങനെയാണ്. കോടതി രണ്ട് കാര്യങ്ങളാണ് പരിശോധിച്ചത്. കാരണം ആഭ്യന്തര വകുപ്പാണ് ഇയാളെ കാപ്പ കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ പാർപ്പിക്കണം എന്ന് ശുപാർശ ചെയ്യുകയും അതിന്റെ കാപ്പ ബോഡി അത് അംഗീകരിക്കുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിനോടാണ് ഒന്നാമത്തെ നിലപാട് തേടേണ്ടത്. ആഭ്യന്തര വകുപ്പ് അക്കാര്യത്തിൽ പറഞ്ഞ നിലപാട് ഇതാണ്. അതായത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ ഏത് ഓഫീസാണോ, അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിൽ അതിനകത്ത് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തണം എന്ന് നിയമം പറയുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇയാൾക്ക് പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഒരുക്കുന്നതിലും സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന് വിരോധമില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് കോടതി അറിയിച്ചത്. അതുകൂടി കോടതി പരിഗണിച്ചു. കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി നിയമം കൂടി പരിശോധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. കോടതി ചില നിരീക്ഷണങ്ങൾ അതിൽ നടത്തിയിരുന്നു. ഒന്ന്, ഈ കേസുകൾ ഇയാൾ ജയിക്കുന്നതിന് മുൻപുണ്ടായ ചില കേസുകൾ കൂടി ഇതിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതുകൂടി ജനവിധിയെ ബാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ജനങ്ങളുടെ ഹിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്, കോടതി വിശദീകരിക്കുന്നത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഇതിന്റെ എതിർപ്പ് സ്വാഭാവികമായി ഉന്നയിക്കാവുന്നതാണ്. കാരണം ചെറിയ ക്രിമിനൽ കുറ്റങ്ങളല്ല ഇയാൾക്കെതിരെയുള്ള, വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ്. അത്തരം ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാൾക്ക് ജനഹിതം എന്നതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഇളവ് നൽകുന്നത് ശരിയാവില്ല എന്നതാണ് ശരിക്കും സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്ന നിലപാട്. മാത്രമല്ല, അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം കഷ്ടിയുള്ളൂ. ഒരംഗത്തിന്റെ കേവല ഭൂരിപക്ഷം മാത്രമേ BJP പാർലമെന്ററി പാർട്ടിയിൽ ഉള്ളൂ. അപ്പോൾ BJPയിൽ നിന്ന് ഒരാൾ പോയാൽ BJPയുടെ കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ സർക്കാർ എന്ത് നിയമം വ്യാഖ്യാനിച്ചാണ് ഇത് ചെയ്തതെങ്കിലും അത് BJPയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കോടതിയിൽ സർക്കാർ സ്വീകരിച്ചത് എന്നതാണ് വസ്തുത. അത് അവസാനമായി ഗുണം ചെയ്തത് BJPക്കും സുഗതനുമാണ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായാലും വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ചർച്ച UDFനെയും കോൺഗ്രസിനെയും സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരിക്കും. കാരണം BJPക്ക് വേണ്ടി സർക്കാർ നിലകൊണ്ടു എന്ന വാദത്തിലേക്ക് ഉയരാവുന്ന എല്ലാ ഘടകങ്ങളും അവിടെയുണ്ട്. എന്തായാലും സുഗതന് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാം. കോടതിയുടെ വിധിയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്.